ലോകമെങ്ങും ഇപ്പോൾ ഒരു എലിക്ക് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന ഓൺലൈൻ ഗെയിമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറുന്നത്. വെറുതെ സ്ക്രീനിൽ ഒന്ന് ടാപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ ലക്ഷങ്ങൾ ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഒരു ക്രിപ്റ്റോ കറൻസിയാണ് ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന ഗെയിം. യാതൊരു മുതൽ മുടക്കുമില്ലാതെ ലക്ഷങ്ങൾ ലഭിക്കുമെന്ന വാഗ്ദാനത്തോടെയാണ് ഈ ഗെയിമിനെ കുറിച്ചുള്ള റീലുകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. ഹാംസ്റ്റർ കോമ്പാക്ട് തട്ടിപ്പാണെന്നും അല്ലെന്നും പറയുന്നവരുണ്ട്. തട്ടിപ്പാണെന്ന് വാദിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത് അജ്ഞാതരാണ് ഈ ഗെയിം വികസിപ്പിച്ചതെന്നാണ്. മാത്രമല്ല, പുതിയ ക്രിപ്റ്റോ കറൻസികൾ പുറത്തിറക്കുന്നവർ അവയുടെ സ്വഭാവം, ലക്ഷ്യം, സാമ്പത്തിക പ്രവർത്തന രീതി തുടങ്ങിയവ വിശദീകരിക്കുന്ന വൈറ്റ് പേപ്പർ രേഖ പുറത്തിറക്കാറുണ്ട്. എന്നാൽ ഹാംസ്റ്റർ കോമ്പാക്ട് അങ്ങനെയൊന്നും പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് തട്ടിപ്പാണെന്നും ഗെയിം കളിക്കുന്നവരുടെ വിവരങ്ങൾ ചോർത്തിയേക്കാമെന്നും ഒരു വിഭാഗം ആളുകൾ ആശങ്കപ്പെടുന്നു. റഷ്യൻ സംരംഭകനായ എഡ്വേർഡ് ഗുരനോവിച്ചാണ് ഇതിൽ നേതൃത്വം നൽകുന്നതെന്നും ചിലർ പറയുന്നുണ്ട്. എന്നാൽ ദി ഓപ്പൺ നെറ്റ്വർക്ക് എന്ന പ്രമുഖ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിലൊന്നുമായി സഹകരിച്ചാണ് ഹാംസ്റ്റർ ഈ മാസം ലിസ്റ്റിംഗിനും എയർ ഡ്രോപ്പിനും ഒരുങ്ങുന്നതെന്നാണ് സൂചന. ഹാംസ്റ്റർ ഒരു തട്ടിപ്പ് കമ്പനിയാണെങ്കിൽ ദി ഓപ്പൺ നെറ്റ്വർക്ക് ഇവരുമായി സഹകരിക്കാൻ സാധ്യതയില്ലെന്നും ഇതിനെ അനുകൂലിക്കുന്നവരും വാദിക്കുന്നു. ഇന്ത്യയിൽ കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും ക്രിപ്റ്റോ കറൻസികൾ നിരോധിക്കണമെന്ന നിലപാടുള്ളവരാണ്. നേരത്തെ റിസർവ് ബാങ്ക് ക്രിപ്റ്റോ കറൻസിക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും ഇത് സുപ്രീം കോടതി റദ്ദാക്കുകയായിരുന്നു. കേരളത്തിലും കുട്ടികളും യുവാക്കളും അടക്കം വലിയ ഒരു വിഭാഗം ആളുകൾ ഇതിന് പിന്നാലെയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ടെലഗ്രാം മെസ്സേജിംഗ് ആപ്പ് അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്ലേ ടു ഏൺ മെസ്സേജിംഗ് ബോട്ടാണിത്. റഷ്യയിലാണ് ഇതിന് ആരാധകർ ഏറെയുള്ളത്. 20 കോടിയിലധികം പേർ ആഗോളതലത്തിൽ ഹാംസ്റ്റർ കോമ്പാക്ട് ഗെയിം കളിക്കുകയും കോയിനുകൾ വാലറ്റിൽ വാരി നിറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ഹാംസ്റ്റർ എന്ന ക്രിപ്റ്റോ കറൻസിക്ക് മൂല്യമൊന്നുമില്ല. എന്നാൽ ഈ മാസത്തോടെ ഹാംസ്റ്റർ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുമെന്നാണ് കമ്പനിയുടെ വെബ്സൈറ്റിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ആ പ്രതീക്ഷയിലാണ് യുവാക്കളും കുട്ടികളും അടങ്ങുന്ന വലിയ ഒരു വിഭാഗം ഈ ഹാംസ്റ്റർ ഗെയിമിന് പിന്നാലെ പായുന്നത്.